കരുവന്നൂർ മോഡൽ തട്ടിപ്പിൽ വിശദീകരണവുമായി മാള സർവീസ് സഹകരണ ബാങ്ക് രംഗത്ത് വന്നു. ബാങ്കിനെതിരായി വന്ന ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് നിരുത്തരവാദപരമാണ് എന്നാണ് അവർ പറയുന്നത്. മുൻ ഭരണസമിതിയുടെ കാലത്താണ് നഷ്ടമുണ്ടായത്. റിപ്പോർട്ടിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചതായി ബാങ്ക് പ്രസിഡന്റ് ജോഷി പെരേപ്പാടൻ. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ മാള സർവീസ് സഹകരണ ബാങ്കിൽ ലേല നടപടികളിൽ വന്നിട്ടുള്ള നഷ്ടത്തിന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അത് ഡയറക്ടർമാർക്ക് മറ്റുള്ള ഒരു സർചാർജ് ആയിട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് നിങ്ങളുടെ വിശദീകരണം ആവശ്യപ്പെട്ടുള്ള ലെറ്ററാണ് വന്നത്. ആ ലെറ്റർ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്കത് തികച്ചും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണുള്ളത്. അത് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയിട്ട് അവിടുന്ന് സ്റ്റേ മേടിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ഭരണസമിതിയിൽ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്ന് 4 കോടി രൂപ ഈ ഭരണസമിതി നഷ്ടം വരുന്നു. അത് 4 കോടിയൊന്നുമില്ല, ആകെ 30,29,184 ഈ അടുത്ത ദിവസം 28-ാം തീയതി ഏകദേശം 6 കോടി രൂപ വരുന്ന സ്ഥലങ്ങളുടെ മുൻ പ്രസിഡന്റിന്റെ മകന്റെ ഉൾപ്പെടെയുള്ള ലേലങ്ങളുടെ നടപടിയാണ് നടക്കുന്നത്. ഇതിനെ തടസ്സപ്പെടുത്താനായിട്ടുള്ള ഒരു ബാങ്കിലെ വായ്പാ കുടിശ്ശികക്കാരായിട്ടുള്ള ഒരു ലോബി പ്രവർത്തിച്ച് ബാങ്കിനെ തകർക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ വന്നിട്ടുള്ള ഈ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് ഈ തത്സമയം ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. എസ് ഗുഡ് മോർണിംഗ്. കരുവന്നൂർ മോഡലിൽ വഴിയില്ലാത്ത സ്ഥലത്തിന് വലിയ തുക വായ്പ അനുവദിച്ചും അതോടൊപ്പം തന്നെ ഈ ലേലമായി നൽകുന്ന വസ്തുക്കളുടെ ലേലത്തുക കുറച്ചു കാണിച്ചും നഷ്ടമുണ്ടാക്കി എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ ക്രമക്കേടുണ്ട് എന്നുള്ളതായിരുന്നു സഹകരണ ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ 10 കോടിയുടെ തട്ടിപ്പ് മാള സർവീസ് സഹകരണ ബാങ്കിൽ നടന്നു എന്നുള്ളത് പറയുകയും ചെയ്തു. കാലങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണ് ഈ മാള സർവീസ് സഹകരണ ബാങ്ക്. അങ്ങനെയാണ് ഈ തുക അവിടുത്തെ ഈ ഭരണസമിതിയിൽ നിന്ന് ഈടാക്കാൻ തീരുമാനിച്ചത്. മുൻ കാലങ്ങളിലെ ഭരണസമിതിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഭരണസമിതിയിൽ നിന്നും ഈ തുക ഈടാക്കുന്ന സംബന്ധിച്ച് കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകുകയും ചെയ്തു. ഇതിലാണ് ഇപ്പോൾ ഈ മാള സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് തികച്ചും നിരുത്തരവാദിത്വപരമാണ്. തങ്ങളോട് പോലും, അതായത് ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങളോട് ഇത് സംബന്ധിച്ച് ഒരു വിശദാംശങ്ങളും ആരായാതെയാണ് ഈ തുക പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഇതിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തങ്ങളുടെ ഭരണസമിതിയുടെ കാലത്ത് 30 ലക്ഷം രൂപയുടെ മാത്രം നഷ്ടമുണ്ടായി എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പകരം ചില പ്രചരണങ്ങൾ 4 കോടി എന്ന തരത്തിൽ വന്നു. പക്ഷേ ഈ ഭരണസമിതിയുടെ കാലത്ത് അത്തരത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. മുൻ ഭരണസമിതിയുടെ കാലത്താണ് ഈ ക്രമക്കേട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരോപിക്കുന്നത്. മുൻ പ്രസിഡന്റിന്റെ മകന്റെ അടക്കം സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നതിനുള്ള ഒരു നടപടി, 6 കോടിയുടെ വസ്തുക്കൾ ലേലം ചെയ്യുന്നതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് തടസ്സപ്പെടുത്തുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്ന പ്രചരണത്തിന് പിന്നിലെന്നും മാള സർവീസ് സഹകരണ ബാങ്ക് ആരോപിക്കുന്നു. എന്നാൽ ജോയിന്റ് രജിസ്ട്രാർ ആകട്ടെ 10 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നും അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ ഭരണസമിതി അംഗങ്ങളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടിയുടെ ഭാഗമായിക്കൊണ്ട് പ്രാഥമികമായി നോട്ടീസ് നൽകി മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ സഹകരണ വകുപ്പുമുള്ളത്. ഓക്കെ, താങ്ക് യു സൂരജ് ജി. കഴിഞ്ഞൊരു ദിവസം പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ ഇടിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിൽ ഞാൻ അവരുടെ ഒരു സോവനീർ പ്രകാശിപ്പിക്കാൻ പോയി. ഒരു ഡയമണ്ട് ജൂബിലി സോവനീറായിരുന്നു അത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ അവിടുത്തെ നമ്മൾ പറഞ്ഞു 24 കണക്റ്റ് വഴി കേരളത്തിലെ ഈ അതായത് നമ്മുടെ വിദ്യാലയങ്ങളിലേക്കും കോളേജുകളിലേക്കും ഒക്കെ തന്നെ ഈ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ കയറ്റിവിടുന്ന മാഫിയ സംഘത്തിൻ്റെ കടയറത്ത് വീഴ്ത്താൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ്, നമ്മളതുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അവിടുത്തെ മാനേജ്മെൻറ്റിലുള്ള റവറൻ ഫാദേഴ്സ് മുഴുവൻ അറിയിച്ചിരിക്കുന്ന കാര്യം ഡോൺ ബോസ്കോ സ്കൂളും അതിൻ്റെ മാനേജ്മെൻറ്റും നമ്മുടെ ഈ 24 കണക്റ്റിന് ഉദ്യമത്തിൻ്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കും. എല്ലാ സഹായവും അവർ ചെയ്യും. ഈ ഫാദേഴ്സ്, നിങ്ങളുടെ ഈ പിൻബലം ഞങ്ങൾക്ക് വല്ലാതെ ഒരു കരുത്ത് പകരുന്നു. കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഞങ്ങളിത് വ്യാപിപ്പിക്കും. കാരണം 2-3 കൊല്ലം കൊണ്ട് കേരളത്തിൽ ഇത്തരം മാഫിയ സംഘങ്ങളെ തുടച്ചു മാറ്റാൻ സംസ്ഥാന സർക്കാരും പോലീസും എക്സൈസും നടത്തുന്ന എല്ലാവിധ യത്നങ്ങൾക്കും നമ്മൾ കരുത്ത് പകരും എന്ന കാര്യത്തിൽ സംശയമില്ല. വിദ്യാർത്ഥികളൊപ്പം കൂടിയാൽ, പ്രേക്ഷകർ, രക്ഷകർത്താക്കൾ ഇവരൊക്കെ അണിചേർന്നാൽ നടക്കാത്തതായി ഒന്നുമില്ല. മാത്രമല്ല കേരള പോലീസിന് ഒരു 2 മിനിറ്റ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ തുടച്ചു മാറ്റാൻ കഴിയുന്നതേ ഉള്ളൂ ഈ മാഫിയ സംഘങ്ങൾ എന്നുള്ള ആത്മബലം ഇപ്പോഴും എനിക്കുണ്ട്.